ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ടെക് വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ എന്നാണ് പറയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോട്ടോ എഡിറ്റിംഗ് റിലേറ്റഡ് ആപ്ലിക്കേഷനാണ്. വേറെ ലെവൽ ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൈസ്. ഞാൻ ഈ വേറെ ലെവൽ എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളും അങ്ങനെ വിചാരിക്കണം എന്നില്ല. പക്ഷേ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങളും ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വേറെ ലെവലിൻ്റെ മീനിങ്. വെറും സിമ്പിൾ ആപ്ലിക്കേഷനാണ്, പക്ഷേ വേറെ ലെവൽ എന്താ പറയുക, ഒരു എഡിറ്റിംഗ് സംഭവങ്ങളുള്ള ആപ്ലിക്കേഷനാണ്. വലിയ തലപ്പൊച്ചുള്ളൊന്നും എഡിറ്റിംഗ് ഒന്നുമില്ല, നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തന്നെ കുറച്ച് ഡീസൻറ്റ് എഡിറ്റിംഗ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വേറെ ലെവലായിരിക്കും. നമുക്ക് വീഡിയോയിൽ കിടക്കാൻ എന്താണെന്നുള്ളത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് പിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ്. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് തന്നെ വിളിച്ചിട്ടേക്കുക. വീഡിയോയിൽ കിടക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ വെച്ചാണ് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. സോ ഗൈസ്, നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എഡിറ്റിങ്ങിൽ കിടക്കാം. ആദ്യം നമ്മുടെ ഗാലറിയിൽ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കുറേ അധികം ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് എല്ലാം തന്നെ വെരി സിമ്പിൾ ടൂൾസാണ്. ഇതിനകത്ത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതും നിങ്ങൾക്ക് കാണിച്ചു തരാം, വ്യക്തമായിട്ട് ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. ആദ്യമായിട്ട് ആ കിടക്കുന്ന മാജിക് എന്ന് പറയുന്ന ടൂൾസ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻ വരുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ ഒരു പ്രിവ്യൂ പോലെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഓപ്ഷൻ എല്ലാം എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്ന ഒരു പ്രിവ്യൂ പോലെ വരുന്നതായിരിക്കും. അത് ഓക്കെ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണിക്കുന്ന എല്ലാ ഓപ്ഷനും നമ്മുടെ ഫേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മുടെ ഫേസിലെ ഐ, നമ്മുടെ നോയ്സ്, നമ്മുടെ വിത്ത്, എല്ലാ ഓപ്ഷനും നമ്മുടെ ഫേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടെങ്കിൽ പോലും അതിവിടെ റിമൂവ് ആക്കുന്നതായിരിക്കും. അതായത് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഫേസ് പക്ക പോളിഷായിട്ട് നല്ല നീറ്റ് ഫേസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ എഡിറ്റിംഗ് വഴി. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്മൂത്തിൻ്റെ ആണ്. സോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ സ്മൂത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു സ്മൂത്തിന് എഫക്റ്റ് മാറുന്നത് നമ്മുടെ ഫേസിൽ ആ ഒരു എന്താ പറയുക, ഒരു ഓവർ ഷാർപ്പൻസ് കുറഞ്ഞിട്ട് നീറ്റായിട്ടുള്ള സ്മൂത്ത് ആകും ഈ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അതുപോലെ കുറേ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അതുപോലെ നമ്മുടെ കണ്ണിന് താഴെയുള്ള ബ്ലാക്ക് മാർക്സ് എല്ലാം തന്നെ സൂപ്പറായിട്ട് റിമൂവ് ആകും. നമ്മുടെ ഫേസിലെ ആ ഒരു കളർ, സ്കിൻ എല്ലാം ടോട്ടലായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ സൂപ്പറായിട്ട് വെറും സിമ്പിൾ മെത്തേഡിൽ നമുക്ക് എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത തന്നെ. സോ ഗൈസ്, കാണിച്ചത് ഓപ്ഷൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ചെറിയ ഈ ഒരു പിമ്പിൾസും ചില മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സൂപ്പർ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഒറ്റ ക്ലിക്കിൽ തന്നെ ആ ഒരു മാർക്സ് എല്ലാം റിമൂവ് ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രിവ്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ വരുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ഫേസിൽ എവിടെയാണോ പിമ്പിൾസ് ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ ചെറിയൊരു മാർക്സ് ഉള്ളത്, അതെല്ലാം തന്നെ സൂപ്പറായിട്ട് നമുക്ക് സിമ്പിൾ ക്ലിക്കിൽ നമുക്കത് എറേസ് ചെയ്യാൻ മാറ്റാൻ സാധിക്കും. വളരെ നൈസായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ടൂൾസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബൊക്കെ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ തന്നെ വേറെ കുറേ ഡീറ്റെയിൽ ഓപ്ഷനും കാണാൻ സാധിക്കും. ആ ഒരു ബൊക്കെ മോഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ട രീതിയിലുള്ള വേറെ ലെവൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ്ങോട് കൂടിയുള്ള ബൊക്കെ മോഡ്സ് ഉണ്ട്. സർക്കിളുണ്ട്, ട്രയാങ്കിളുണ്ട്, ലവ് ഷേപ്സ് ഉണ്ട്, എല്ലാം തന്നെ വേറെ ലെവലാണ് ഇപ്പോൾ കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു നോർമൽ സെൽഫി ഫോട്ടോ ഇപ്പോൾ ആ ഒരു വെറും ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് കിട്ടിയിട്ടുണ്ട്. മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ബ്ലർ കിട്ടിയിരിക്കുന്നത്. ആ ബ്ലർനെസ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാനും സാധിക്കും. ഇത്രയും ബ്ലർനെസ് ആവശ്യമില്ല. ഇപ്പോൾ കാണിച്ചു തരാം. കുറയ്ക്കുമ്പോഴത്തേക്ക് ഈ ഫോട്ടോയുടെ ആ ഒരു ക്ലാരിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നതും ആ ഒരു ഫോട്ടോയുടെ സ്റ്റാൻഡേർഡ് കൂടുന്നതും. സോ ഡീസൻ്റായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഹെവി ആയിട്ട് കൂടുന്നതായിരിക്കും. സോ ഇപ്പോൾ ആ ഒരു ഫോട്ടോയുടെ ബ്ലർനെസ് കുറയ്ക്കുമ്പോഴത്തേക്ക്, അതായത് ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലർനെസ് കുറയ്ക്കുമ്പോഴത്തേക്ക് ആ ഫോട്ടോയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുമറിയാൻ പറ്റും. ബ്ലർ ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ആ ഒരു ബോഡി അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേസുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അതായത് വേറെ ലെവൽ നീറ്റ്നെസ് ആണ് നമ്മുടെ ഫേസിൽ കാണിക്കുന്നത്. അതായത് ഡീസൻറ്റ് ബ്ലറാണ് ഗൈസ്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പോലെയും നമ്മുടെ ഫോട്ടോസിൻ്റെ ഔട്ട്പുട്ട്. സോ വേറെ ലെവലിൽ തന്നെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടോ എന്ന് പറയാം. നോർമൽ സെൽഫി ഫോട്ടോയാണിത്. ഈ ഒരു ഒരൊറ്റ ആപ്ലിക്കേഷൻ കൊണ്ടാണ് ഞാൻ ഇത്രയധികം എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. സോ ഇത് കൂടാതെ തന്നെ ഈ ഒരു ബ്ലർ എഫക്റ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് എറേസ് ചെയ്യാമെങ്കിൽ വേണമെങ്കിൽ എറേസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ചില ഭാഗത്ത് ഇത് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു
ആപ്ലിക്കേഷൻ. എന്നിരുന്നാൽ പോലും ബ്ലർനെസ് ചില ഭാഗത്തായിട്ട് അതായത് കയറി വരാതിരിക്കും ഈ ബ്ലർ എഫക്റ്റ്. അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് തന്നെ ബ്ലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈസ് കുറച്ചിട്ട് നമുക്ക് ബ്ലറിന് സൂപ്പറായിട്ട് ചെയ്യാൻ സാധിക്കും. അതും ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ വേറെ ലെവലായി മാറും. അത് 100% കൺഫേം ഉള്ള കാര്യമാണ് ഗൈസ്. അതും കൂടി ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആ ബ്ലർ എഫക്റ്റ് മൊത്തം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ടിൽ തന്നെ മനസ്സിലാക്കും ആ ഒരു ഡിഫറൻസ് വേറെ ലെവൽ. ആ ഒരു ഡിഫറൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ് ഈ ഒരു ഫോട്ടോയ്ക്കകത്ത്. അതും കൂടെ ആ ബ്ലർ എഫക്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ടോട്ടൽ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഹാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ഷാർപ്പൻസ്, ഫേഡ്, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സോ അത് ഓരോരുത്തരുടെ മൈൻഡാണ് ഗൈസ്. ഇപ്പോൾ അത് ഞാൻ അധികം ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒരു സാച്ചുറേഷൻ ലെവലും കോൺട്രാസ്റ്റിലും കുറച്ച് വേണമെന്നുള്ളതിനാൽ അത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ടൂൾസിനകത്ത് ഉണ്ടെന്നുള്ള കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓപ്ഷൻ എടുത്തത് തന്നെ മെയിനായിട്ട്. സോ അതുകൂടി നിങ്ങൾ വേണമെങ്കിൽ ചെയ്യുക. അടുത്താണ് ഗൈസ് കുറച്ചും കൂടി എഫക്റ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകുന്നത്. അതായത് ഇതിനകത്ത് വേണമെങ്കിൽ ഇഷ്ടംപോലെ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട് ഗൈസ്. നമുക്ക് വേറെ ലെവൽ ഫിൽറ്ററൈസ് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ളത്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഫിൽറ്ററൈസ് വരെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫിൽറ്റർ വേണമെങ്കിൽ ജസ്റ്റ് 1 ടാപ്പിൽ ഫിൽറ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ സേവ് ആക്കിയിട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഞാനിവിടെ ഫിൽറ്ററിന് ആവശ്യമില്ല എനിക്ക്, കാരണം ഓൾറെഡി ഞാൻ എൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ് ടച്ച് വഴി ഞാൻ അത്യാവശ്യം എൻ്റെ ഫേസ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഫിൽറ്ററിന് ആവശ്യമില്ല. സോ വേണ്ടവർ സൂപ്പറായിട്ട് ഫിൽറ്റർ കൊടുക്കുക. അതുപോലെ ഇതിനകത്ത് മേക്കപ്പിൻ്റെ ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഗേൾസ്, പെൺകുട്ടികൾക്ക് വേണ്ടി സൂപ്പറായിട്ടുള്ള ഒരു കാറ്റഗറി തന്നെയാണിത്. അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു എഫക്റ്റ് മനസ്സിലാകുകയുള്ളൂ ഗൈസ്. നമ്മുടെ ഈ എഡിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പം എൻ്റെ ഈ പഴയ ഫോട്ടോയും ഇപ്പോൾ എഡിറ്റിംഗിന് ശേഷമുള്ള ഫോട്ടോയും കൂടെ ഇപ്പോൾ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ലൈവായിട്ട് തന്നെ ആ ഒരു ഡിഫറൻസ് നമ്മുടെ ഫേസിനും എല്ലാം കൂടി വരുന്ന ആ ഒരു ഡിഫറൻസ്, ഫോട്ടോ ഏത് ലെവലിലാണ് അപ്ഗ്രേഡ് ആയിട്ടുണ്ടെന്നുള്ള ഒരു ഡിഫറൻസ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. സോ ഗൈസ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ വീഡിയോയുടെ ആയിട്ട് ലാസ്റ്റ് ഇടാം. അതിന് മുമ്പായിട്ട് ഈ ലൈറ്റ് റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഞാൻ കറക്റ്റ് വരും. എനിക്ക് ചെറിയൊരു സാച്ചുറേഷൻ കൂടി വേണം ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് എന്നാലും തൃപ്തിയാകത്തുള്ളൂ. ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. അവസാനം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ബിഫോറും ആഫ്റ്ററും തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ തന്നെ വിലയിരുത്തുക ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു പവർ. സോ ഗൈസ് ഇത്രയുള്ള ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ആൻഡ്രോപിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അടുത്തൊരു വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ്.